ഹലോ, അസ്സലാമു അലൈക്കും. ഞാനൊരു അടിപൊളി ഒരു പരിപ്പ് പായസം ഉണ്ടാക്കാൻ പോകുന്നതിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. പരിപ്പ് നല്ലതുപോലെ വറക്കണം, എന്നിട്ട് നല്ല കഴുകിയിട്ട് കുക്കറിലിടുക. എന്തായാലും പരിപ്പ് അടുപ്പത്ത് കിടന്ന് വേവട്ടെ. അപ്പോഴേക്കും നാളികേരപ്പാൽ ഉണ്ടാക്കാം. ഞാൻ 3 നാളികേരത്തിൻ്റെ പാലാട്ടത്തിന് ചേർക്കുന്നത്. 3 നാളികേരം ചിരകി അതിൻ്റെ പാൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1-ാം പാലും മാറ്റി വെക്കണം. എന്നിട്ട് ആ ചണ്ടി തന്നെ ഒന്നും കൂടി അടിച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങനെ 2-ാം പാലും മാറ്റി വെക്കുകയാണ്. പാലൊക്കെ ഉണ്ടാക്കി വെച്ചത് നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടും. അപ്പോൾ ഈ പരിപ്പ് എന്ത് ചെയ്യണം, ആദ്യം ഒരു കനമുള്ള പാനിലേക്ക് ഒഴിക്കണം കേട്ടോ. പാനിലേക്ക് ഒഴിച്ചിട്ട് ആദ്യം 2-ാം പാലാണ് ചേർക്കുന്നത്. 2-ാം പാൽ ചേർത്ത് നല്ലതുപോലെ ഇളക്കണം. ഇളക്കിയിട്ട് അതിന് ശേഷം അതിലേക്ക് ഞാൻ ശർക്കരപ്പാനി ഉണ്ടായിരുന്നു, അത് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചു. പക്ഷേ മധുരം പോരാ. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ചും കൂടി 2 അച്ച് ശർക്കരയും കൂടി ഇട്ട്. പിന്നെ അതിന് ചേർക്കണമെന്നറിയാം, ചക്ക വരട്ടി വെച്ച കഴിഞ്ഞില്ലത്തെ ചക്ക വരട്ടി വെച്ചതാണത്. ഇത് കഴിഞ്ഞില്ലത്തെ ചക്ക ഞാൻ വരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച ചക്കയാണിത്. ഈ ചക്ക എന്ത് ചെയ്തു, നല്ലതുപോലെ തണുക്കാൻ വെച്ച് അതിലേക്ക് ഇടണം. ഈ പരിപ്പിലേക്ക് ഇടുകയാണ്. പക്ഷേ നല്ല തണുപ്പ് അതിൻ്റെ ശേഷം ഇടാൻ പാടുള്ളൂ കേട്ടോ. കാരണം ചക്ക ഫ്രിഡ്ജിൽ വെച്ചാൽ ഐസ് കെട്ടണില്ല. അത് സാധാരണ നമ്മൾ ചരക്ക വരട്ടി വെച്ച പോലെ തന്നെ ഇരിക്കണം. അപ്പോൾ തണുപ്പ് പോയതിൻ്റെ ശേഷം അതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കണം. എന്നിട്ട് നല്ല പോലെ ഇളക്കിയിട്ട് ചക്കയും പരിപ്പും ഒക്കെ നല്ല ജോയിൻ്റായിട്ട് നല്ല കുറുകി വരുന്നതോട് കൂടി ഞാൻ 3 ടീസ്പൂണ് ഏലക്കപ്പൊടിയാണ് മാറ്റി വെച്ചിരുന്നത്. അതിലത്തെ 1.5 ടീസ്പൂൺ ഏലക്കപ്പൊടി ആദ്യം ചേർക്കുന്നുണ്ട് കേട്ടോ. ബാക്കി 1.5 ടീസ്പൂൺ മാറ്റി വെക്കുകയാണ്. അങ്ങനെ നല്ല ഇളക്കിയും കൊണ്ടേ ഇരിക്കണേ. കാരണം തീ നല്ല കത്തിക്കാൻ പാടില്ല, ചെറു തീയിൽ വേണത് കുറുക്കിയെടുക്കാൻ. എന്നിട്ട് അതുപോലെ നല്ല ഇളക്കിയും കൊണ്ടേ ഇരിക്കുക. നല്ല കുറുക്കി വരും, ലാസ്റ്റ് നല്ല കട്ടിയായിട്ട് വരും. ആ സമയത്താണ് നമ്മൾ 1-ാം പാൽ ചേർക്കേണ്ടത്. കൈവിടാതെ ഇളക്കണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ്. കാരണം തേങ്ങാപ്പാലും ചക്കയും പരിപ്പും ഒക്കെ ജോയിൻ്റ് ആവുന്ന വരെ ഇളക്കി കൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് ഇളക്കിയിട്ട് എടുത്താൽ നാളികേരത്തിൻ്റെ ആ പാലിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നല്ല പോലെ കുറുകി വരുന്ന വരെ ഇളക്കി കൊണ്ടിരിക്കണം. എന്നിട്ട് നല്ല കുറുകിയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ 1-ാം പാൽ ഒഴിക്കുക. 1-ാം പാൽ പറഞ്ഞാൽ നല്ല കട്ടിയുള്ള പാലല്ലേ. അപ്പോൾ ഈ പാലൊന്ന് ഒഴിച്ചിട്ട് ഈ ശർക്കരയും പരിപ്പും ചക്കയൊക്കെ ജോയിൻ്റായിട്ട് നല്ല വറ്റി നാളികേരപ്പാലുകൊണ്ട് വറ്റണം. നാളികേരം വറ്റി നല്ല കുറുകി വരണം. അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് നമ്മൾ നാളികേരപ്പാൽ ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. കാരണം നല്ല കുറുകി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്, പ്രത്യേക ടേസ്റ്റാണ്. ആ പാലൊക്കെ കൊണ്ട് വറ്റിയിട്ട് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ലാസ്റ്റാണ് ബാക്കി വരുന്ന ഏലക്കപ്പൊടിയിൽ ചേർക്കുന്നത്. കാരണം നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് കുറുകി വരുന്ന സമയത്ത് ഏലക്കപ്പൊടി ഇടുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, പായസം കണ്ട നല്ല കുറുക്കം വന്നിരിക്കണം. കുറുകിന്ന് കണ്ടാൽ പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2-3 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ആദ്യം മുന്തിരി ഇട്ട് മുന്തിരി നല്ല വറവലായി വറുത്ത് വരുമ്പോൾ അതിലേക്ക് കാഷ്നട്ട് ഇടുകയാണ്. കാഷ്നട്ട് ഇട്ടിട്ട് 2ഉം കൂടിയാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ഓരോന്നും വേറെ എടുക്കണില്ല. അതേപോലെ 2ഉം കൂടി വറുത്തിട്ടാണ് അതിൽ കൊട്ടുന്നത്. നല്ല ടേസ്റ്റായിട്ടാണ്. എന്നിട്ട് ചെറു ചൂട്ടോടെ ഉപയോഗിക്കാം. ഞാൻ കുറച്ച് ബാക്കി വന്ന് ഫ്രിഡ്ജിൽ വെച്ച്, എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം കഴിച്ചപ്പോൾ എന്താ ടേസ്റ്റാണെന്നറിയോ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കാൻ നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.